ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ മാക്സിമം എല്ലാം ടെലഗ്രാമിൽ വാട്സപ്പിൽ കേട്ടിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് OGC മൈനിങ്ങിൽ വന്നത്. അവർ ഒരു മൈനിങ് കഴിഞ്ഞ മാസത്തോടു കൂടി അവസാനിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവർ പറയുന്നത് അതിൽ കുറച്ച് ടോക്കൺസ് സൈബർ ഡോജ് എന്ന് പറയുന്ന അവരുടെ കുറച്ച് ടോക്കൺസൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരൊരു ഗീവ് അവേ ഒക്കെ തരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ബൈ ചെയ്യണം. നമുക്ക് ഒരു 1000 കോയിനൊക്കെ ബൈ ചെയ്യണം. അങ്ങനെയാണ് അവരുടെ അനൗൺസ്മെൻറ്റ് കണ്ടത്. യാതൊരു കാരണവശാലും അത് ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയാണെങ്കിൽ അത് നോക്കാം. ബാക്കി അല്ലാത്ത കാര്യങ്ങളിൽ യാതൊരു കാരണവശാലും നമ്മളത് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവർ പല പ്രാവശ്യവും ഇതിങ്ങനെ ഡേറ്റുകൾ മാറ്റിയും പലതും ഇങ്ങനെ മാറ്റി പറയുകയാണ്. ഇവരുടെ കോയിൻ ലോഞ്ച് ചെയ്യുന്നതിന് പകരം വേറെ ഏതൊക്കെ കോയിൻസൊക്കെ ഇങ്ങനെ ബൈ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് OGCയിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. വേറെ ടോക്കൺസ് ബൈ ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് നോക്കുമ്പോൾ മാച്ച് ചെയിൻ ബോട്ടിൽ വന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി ജോയിൻ ചെയ്തതാണ്. അതിൽ വന്നിട്ട് അവരുടെ ഒരു നെറ്റ്വർക്ക് മെയിൻ നെറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഈ മാച്ച് ചെയിൻ അതുപോലെ RPCRL ചെയിൻ ID വന്നിട്ടുണ്ട്. പക്ഷേ ഈ കാണുന്ന ഈ BNB എന്ന് പറഞ്ഞാൽ ആൾറെഡി ഒരു കോയിനാണ്. അപ്പോൾ അത് ടോക്കൺ സിമ്പൽ വന്നിട്ട് BNB വരുന്നു. അപ്പോൾ ഇത് വരുന്നു. പക്ഷേ ഇത് പലർക്കും ഇത് ആഡ് ആകുന്നില്ല. ആഡ് ആയാൽ തന്നെ അവിടെ സ്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഭാവി എന്ന് അറിയില്ല. അപ്പോൾ വ്യക്തമായിട്ടൊരു ധാരണ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നവർ ആഡ് ചെയ്യുക, അല്ലാത്തവർ വിടുക. എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് മുമ്പോട്ട് ഞാൻ പറയാം. ഓക്കെ, വേറെ ഒരു ടോക്കണും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് കാണാൻ കഴിയുന്ന മാച്ചിൻ്റെ തന്നെ കുറേ ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ടെലഗ്രാമിലിട്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് സൈഡ് കിക്ക് എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ബോട്ട്. അപ്പോൾ ഈ ടെലഗ്രാം ബോട്ട് ഞാൻ ഷെയർ ചെയ്യാൻ കാരണം ഇവർ ബൈനാൻസ് ചെയിൻ അതുപോലെ തന്നെ വലിയ പ്രോജക്റ്റുകൾ ഇവരെ പാർട്ണർഷിപ്പ് ഉണ്ട്. അവരെ ഇവർക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സാധ്യതയുള്ള ഒന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. ഇവിടെ വന്നിട്ട് ഈ ടാപ്പ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇങ്ങനെ 2-3 ഓപ്ഷനേ ഉള്ളത്. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എത്രയാണ് ടെലഗ്രാം ഏജ്, ഇത് കുറച്ചൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഏജിനനുസരിച്ച് ഒരു ടോക്കൺസ് കിട്ടും. പിന്നെ ഒരു 20,000 ടോക്കൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സിനെ നിങ്ങൾ റെഫർ ചെയ്യണമെങ്കിൽ ഒരു 5 പേരെയൊക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ടോക്കൺ കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൽ വന്നിട്ട് 5 വരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടോക്കൺ കിട്ടും. ബാക്കി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമെല്ലാം ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മുമ്പോട്ട് എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ ഇത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ട് ഇത് പുതുതായിട്ടൊക്കെ ജോയിൻ ചെയ്ത് വരുന്നവർ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. പിന്നെ ഞാൻ റെഗുലറായിട്ട് മുമ്പ് തൊട്ട് ജോയിൻ ചെയ്തിരുന്ന ഒന്നാണ് ഈ കാണുന്ന ടോൺ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ടോൺ സ്റ്റേഷൻ വന്നിട്ട് അടുത്ത ഒക്ടോബർ 4-ന് ഇവരുടെ ഫാമിംഗ് പ്രോജക്റ്റാണ്. എല്ലാ 8 മണിക്കൂറിലും വന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ടോക്കൺസ് കളക്ട് ചെയ്ത് വയ്ക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൽ. അപ്പോൾ അവർ പറയുന്നത് നോ ലോക്ക് ആൻഡ് വേസ്റ്റിംഗ്. അപ്പോൾ എത്രയാണ് ടോക്കണുള്ള കംപ്ലീറ്റ് നമുക്ക് റിലീസ് ചെയ്യും ഒറ്റ പ്രാവശ്യമായിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഉള്ള ഇത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഒന്നുകൂടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഒക്ടോബർ 4 വരെ കൊണ്ട് കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് ബൾക്കായിട്ട് വിഡ്രോ തരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഈ അനൗൺസ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇതിൽ വന്നിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ കാണുന്ന ഈ ക്ലെയിം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടോക്കൺസ് ഇവിടെ വന്നിട്ട് ആഡ് ആകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് നമ്മൾ മൈൻ ചെയ്ത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പേ മൈൻ ചെയ്ത് ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ടോക്കണാണ് ഓപ്പൺഎക്സ്. അതിലവർ സെപ്റ്റംബർ 9-ാം തീയതി അവരുടെ സ്വാപ്പ് അതുപോലെ തന്നെ ഓപ്പൺഎക്സിൻ്റെ ആപ്ലിക്കേഷനിൽ തന്നെ മറ്റ് കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ലിസ്റ്റിങ്ങിൻ്റെ എന്നാണെന്നുള്ള കറക്റ്റ് ഡേറ്റ് വന്നിട്ടില്ല. മിക്കവാറും ഈ മാസം തന്നെ ലിസ്റ്റ് ആകാനാണ് സാധ്യത. സീലിയയുടെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ മാച്ചിൻ്റെ തന്നെ 1-2 കാര്യങ്ങൾ വീണ്ടും അപ്ഡേറ്റുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കറക്റ്റായിട്ട് നമുക്കത് ആഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, പിന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ലെതർ ടോക്കണിൻ്റെ വന്നിട്ട് ടെസ്റ്റ് നെറ്റ് ആരംഭിച്ചു.
ഇതും നിങ്ങൾക്ക് മെറ്റാമാസ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇതെല്ലാം കോപ്പി ചെയ്ത് അതിന് ശേഷം നിങ്ങൾ മെറ്റാമാസ്കിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യാൻ ഇതും കഴിയുന്നില്ല, ഇതിലും ചെറിയ എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട്. ഇതും ഇവരുടെ ടെസ്റ്റ് നെറ്റ് ആരംഭിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കോപ്പി ചെയ്തെടുക്കുക. ഇതിങ്ങനെ കോപ്പി ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ഈ കാണുന്ന ഈ ഭാഗത്ത് ഇവിടെ ഏറ്റവും മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫുള്ള് നമ്മുടെ ഏതൊക്കെയാണ് നെറ്റ്വർക്ക് ഉള്ളത് അത് ആഡായി വരും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യാനുള്ളത് ഏറ്റവും താഴെ ഈ കാണുന്ന ആഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. പഴയ ആൾക്കാർക്ക് കയറുക, പുതിയതായിട്ട് വന്നവർക്കാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഈ കാണുന്ന കസ്റ്റം നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ പേജ് ഓപ്പണായി വരും. അവിടെ നമ്മൾ നോക്കിയപ്പോൾ നെറ്റ്വർക്ക് നെയിമുണ്ട്, RPC URL, ചെയിൻ ID, സിമ്പൽ, ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോറർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇതിൽ വന്നിട്ട് റിട്ടേൺ പോയി കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് പാസ്വേഡ് കൊടുത്ത് ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് എല്ലാം കൂടെ നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതാണ് ഈസി ആയിട്ടുള്ള ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഈ കണ്ടതുപോലെ ഈ കാണുന്ന ഇത് ഇത്രയും ഇവിടെ ഈ കാണുന്ന ഇതുപോലെ കൊടുക്കുക. പക്ഷേ ഇത് ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷേ ഇത് ആഡ് ആകുന്നില്ല. ചിലർക്കൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മേളിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, എന്തോ ഒരു അലർട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ആഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുക. പക്ഷേ ഇത് ആഡ് ആയിട്ടില്ല. യു ഹാവ് ആഡ് ആഡ് ആൾ പോപ്പുലർ നെറ്റ്വർക്ക് യു ഹാവ് ഡിസ്കവർ ഹിയർ ഡോൺ മാനുവലി. വീണ്ടും ഇത് ആഡ് ആയിട്ടില്ല. ഓക്കെ, ഇത് ആഡ് ആകുന്നില്ല, എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ചെയ്യാൻ കഴിയുന്നുള്ളവർ നിങ്ങൾ ഇത് ആഡ് ചെയ്യുക. ആഡ് ആകുന്നവർക്ക് ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇതിൻ്റെ ഒരു ഗൂഗിൾ ഫോം വന്നിട്ടുണ്ട്, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതിൽ നമ്മൾ വന്നിട്ട് ഗൂഗിൾ ഫോമിൽ വന്നിട്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ അഡ്രസ്സ് നിങ്ങൾ എടുക്കുക. വാലറ്റ് അഡ്രസ്സ്, നമ്മുടെ മെറ്റാമാസ്കിൻ്റെ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഗൂഗിൾ ഫോമിൽ ഫില്ലപ്പ് ചെയ്ത് വിടുക. നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് നെറ്റ് അല്ലെങ്കിൽ മെയിൻ നെറ്റ് വരുമ്പോൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ കണ്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോം മാർക്കറ്റ് വന്നിട്ട് ടോം ക്ലിക്കർ വന്നിട്ട് ഇവരുടെ പ്രീ സെയിൽ വന്നിട്ട് 16-ാം തീയതി സെപ്റ്റംബർ 16-ന് ആരംഭിക്കുന്നുണ്ട്. 2 ദിവസത്തേക്ക് നിൽക്കും. 18 വരെ പ്രീ സെയിലുണ്ട്. അത് കഴിഞ്ഞ് ലോഞ്ച് ചെയ്യുന്നത് സെപ്റ്റംബർ 23-നാണ്. പിന്നെ അവരുടെ ഒരു സ്നാപ്ഷോട്ട് സെപ്റ്റംബർ ഈ മാസം തന്നെ 26-നാണ്. രണ്ടാമത്തെ സ്നാപ്ഷോട്ട് സെപ്റ്റംബർ 28-നാണ്. എയർ ഡ്രോപ്പ് വിന്നേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റ് സെപ്റ്റംബർ 29-നാണ്. എയർ ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 30-നാണ്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നമ്മൾ എയർ ഡ്രോപ്പിൽ നമ്മുടെ അതിൽ കാണുന്ന പോയിൻറ്റുകളല്ല, പകരം പ്രോഫിറ്റ് പെർ അവർ കൂട്ടണം. അതിൽ തന്നെ നമ്മുടെ റാങ്ക് കാണാൻ കഴിയും. നമ്മുടെ അതിൽ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ റാങ്ക് നമുക്ക് കാണാൻ കഴിയും. ആ റാങ്കിൽ വന്നിട്ട് നിങ്ങൾ എത്രത്തോളം കുറഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ ടോപ്പ് വന്നിട്ട് ജസ്റ്റ് അത് നോക്കാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ വന്നിട്ട് എൻ്റെ റാങ്ക് വന്നിട്ട് 1,28,706. അപ്പോൾ എന്നെക്കാളും മുൻപിൽ 1,26,805 പേരുണ്ട്. എൻ്റെ 1,28,706 ഇത് മാക്സിമം നിങ്ങൾ അപ്പ് ചെയ്യാൻ നോക്കുക. ഈ കാണുന്ന ടോക്കൺസ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഷോപ്പിലൂടെ ക്ലിക്ക് ചെയ്ത് മാക്സിമം ഇതിൽ നിങ്ങളുടെ ഇൻക്രീസ് ചെയ്യുക, നിങ്ങളുടെ റാങ്ക് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, റാങ്ക് കൂട്ടുക എന്ന് പറയുമ്പോൾ 1,00,000 നിന്ന് 2,00,000 പോകേണ്ടത്. 1,00,000 90,000 80,000 അങ്ങനെ റാങ്ക് മേളിലോട്ട് പോവുക. ഓക്കെ, പിന്നെ കണ്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് താബി ടെലഗ്രാം ബോട്ടിൽ വന്നിട്ട് അതിൻ്റെ ടാബി ടെസ്റ്റ് നെറ്റിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗൂഗിൾ ഫോം വന്നിട്ടുണ്ട്. ഗൂഗിൾ ഫോം ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഞാനത് ഫില്ലപ്പ് ചെയ്തിട്ടില്ല. കഴിയുന്നുള്ളവർ ഫില്ലപ്പ് ചെയ്യുക. ഞാനത് ഫില്ലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇടും. പിന്നെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് സീലിയയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, പുതിയ വെർഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ടെലഗ്രാമിൽ മാത്രം ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റിൻ്റെയും ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ലിസ്റ്റിങ്. നമ്മുടെ ടോം മാർക്കറ്റ് വന്നിട്ട് അവരുടെ സ്നാപ്ഷോട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഗൂഗിൾ മീറ്റ് വഴി കുറേ പേരെയൊക്കെ ഹെൽപ്പ് ചെയ്തു. അതിൽ $1 നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു.
പിന്നെ ഇതാണ് ഇരിക്കുന്ന ഒരു നമ്മുടെ ലെതർ ടോക്കണിൻ്റെ ഒരു ഗൂഗിൾ ഫോം. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഈ കാണുന്ന ഇവിടെ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ് നിങ്ങൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് സീലിയയിലേക്ക് പോകാം. പലർക്കും പല പ്രോബ്ലംസാണ് സീലിയയുടെ അപ്ഡേറ്റ് വന്നപ്പോൾ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സീലിയയുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതവിടെ അപ്ഡേറ്റ് ആകുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആൾറെഡി നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ഫ്രീ അക്കൗണ്ട് എന്ന് കാണിക്കുന്ന ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യരുത്. ആൾറെഡി നമുക്കിവിടെ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഈ കാണുന്ന സൈൻ ഇൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൈൻ ഇൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പാസ്വേഡ് നമ്മൾ മുമ്പ് യൂസ് ചെയ്തിരുന്ന പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തതിന് ശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ലോഗിൻ ചിലർക്ക് സക്സസ് ആകും, ചിലർക്ക് ആകത്തില്ല. 1-2 പേര് ഇങ്ങനെ വാട്സപ്പിൽ ഇട്ടിരിക്കുന്നത് കണ്ടു ആയിട്ടില്ല എന്ന്. അപ്പോൾ ആകാത്തവരെന്ത് ചെയ്യുക, ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തതിന് ശേഷം ചെയ്യുക. പിന്നെ ഒന്നാണ് ചോയ്സ് യുവർ വാലറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കണക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആൾറെഡി മെറ്റാമാസ്കുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ വീഡിയോസ് കണ്ട് ചെയ്തവരുടെ എല്ലാം മെറ്റാമാസ്കുമായിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ മെറ്റാമാസ്കിലേക്ക് ഇതുപോലെ നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മെറ്റാമാസ്കുമായിട്ട് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ആയിരിക്കും വരിക. നിങ്ങളുടെ വാലറ്റ് ഇവിടെ കണക്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ട് 1 നൗ കണക്റ്റ് ആക്റ്റീവ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ കണ്ടിന്യൂ വിത്ത് ആപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ സ്ട്രൈക്ക് റേറ്റ് ഇവിടെ കാണാൻ കഴിയും 284. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടോക്കൺസ് എത്രയാണോ നിങ്ങൾ ഏൺ ചെയ്ത ടോക്കൺസ് ഇവിടെ കാണാൻ കഴിയും. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് എല്ലാ ദിവസവും ഒരു ചെക്ക് ഇൻ ചെയ്യണം. ഇവിടെ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുക എല്ലാ ദിവസവും. ഞാൻ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വന്ന് ഇവിടെ ചെക്ക് ഇൻ ചെയ്യണം. ബാക്കി വേറെ വലിയ അപ്ഡേറ്റുകളൊന്നും കാണുന്നില്ല. ഇതിൽ നിങ്ങളുടെ പ്രീസെയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. പ്രീസെയിലിൽ ടോക്കൺ ബൈ ചെയ്യേണ്ടവർക്ക് ബൈ ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ നോർമലാണ്. ഇനി മൈനിങ് ഒന്നുമില്ല ഇതിൽ. നമുക്ക് ഈ എത്രയാണോ നിങ്ങളുടെ ടോക്കൺ അതിൻ്റെ 20% ഫസ്റ്റ് എന്താ പറയുക ലിസ്റ്റിങ്ങിന് മുമ്പ് വിഡ്രോ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഗ്യാസ് ഫീ വേണ്ടി വരും. അതുകൊണ്ട് BNB നിങ്ങൾ ഗ്യാസ് ഫീ ആവശ്യമുള്ളവർ BNB ഒക്കെ നേരത്തെ കരുതി വയ്ക്കുക. നമ്മുടെ വാലറ്റ് അഡ്രസ്സ് എന്താ പറയുക ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ കാണുന്ന ഇവിടെ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കാണാൻ കഴിയും. ഈ വാലറ്റിലേക്ക് നമുക്ക് വിഡ്രോ കിട്ടത്തുള്ളൂ, വേറെ ഒരിടത്തേക്കും വിഡ്രോ കിട്ടത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.